ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ ജനറൽ ക്വസ്റ്റ്യൻ്റെ മോഡലുമായിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, കുറച്ച് ചോദ്യങ്ങളുമായി ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെടികളിലെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം. ചെടികളിലെ അടുക്കള, അതായത് ചെടികൾ ഭക്ഷണം പാകം ചെയ്ത് അതിന് ആവശ്യമായ ഇതൊക്കെ സ്വീകരിക്കുന്നത് എവിടുന്നാണ്? ഇലകളിൽ നിന്നാണ്. ഇലയാണ് ചെടികളിലെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? ഓന്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്ത് തന്ത്രമാണ് ഉപയോഗിക്കുന്നത്? ഓന്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്ത് തന്ത്രമാണ്? നിറം മാറും. അതിൻ്റെ നിറം മാറും. വാല് മുറിക്കും. ആരാണ് ഇവിടെ വാല് മുറിക്കുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പല്ലിയാണ് വാല് മുറിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. നിറം മാറുന്നു ഓന്ത്. നിറം മാറുന്നത് ഓന്ത്. മുള്ളുകൾ കുടയും. മുള്ളുകൾ കുടയുന്നത് എന്താണ്? മുള്ളംപന്നി എന്ന് പറയും. മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഇവിടെ എന്താ ചോദ്യം? കടലിലെ മഴക്കാട് എന്നറിയപ്പെടുന്നത് എന്ത്? കടലിലെ മഴക്കാട് എന്നറിയപ്പെടുന്നത് കടലിലുള്ള പവിഴപ്പുറ്റാണ്. പവിഴപ്പുറ്റാണ് കടലിലെ മഴക്കാട് എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ പവിഴപ്പുറ്റാണ്. മനസ്സിലാക്കുക. നീരാളി, ഏറ്റവും വലിയ കടൽ ജീവിയാണ് നീരാളി. മനസ്സിലാക്കുക. പിന്നെന്താണ് അടുത്ത ചോദ്യം? എന്താ? ലോക മുള ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മുള ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18 ലോക മുള ദിനമായി ആചരിക്കുന്നത്. അടുത്തത് ഏറ്റവും ശുദ്ധമായ വെള്ളം. ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാണെന്നാണ്? മഴവെള്ളം, കടൽ വെള്ളം, കരിക്കിൻ വെള്ളം, തേങ്ങാവെള്ളം. ഇതിൽ ഏറ്റവും ശുദ്ധമായത് എന്ത് വെള്ളമാണ്? മഴവെള്ളമാണ് അല്ലേ? ബാക്കിയെല്ലാം കടൽ വെള്ളത്തിന് ഉപ്പ് രസമുണ്ട്, കരിക്കും വെള്ളത്തിന് അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്, തേങ്ങാവെള്ളത്തിനും ഒക്കെ ഉണ്ട് അല്ലേ? എന്നാൽ ഏറ്റവും ശുദ്ധമായത് മഴവെള്ളമാണ്. മനസ്സിലാക്കുക. അടുത്തത് കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് എന്താണ്? കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് എന്താണ്? തെങ്ങാണ്. തെങ്ങ് ഒറ്റത്തടിയായി വളരുന്ന വൃക്ഷമാണ് എന്ത്? തെങ്ങ്, കവുങ്ങ്, അതൊക്കെ ഒറ്റ തടിയായിട്ട് വളരുന്ന വൃക്ഷമാണ്. മനസ്സിലാക്കുക. അടുത്തത് പഞ്ചസാര ഉണ്ടാക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്? പഞ്ചസാര ഉണ്ടാക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്? കരിമ്പിൽ നിന്നാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ചോദ്യപേപ്പറിൽ വന്ന മറ്റു ചോദ്യമാണ് എന്ത്? 12 വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന പൂവ് ഏതാണ്? 12 വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന പൂവാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി, അത് ഇടുക്കി ജില്ലയിലാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് പൂക്കാറുള്ളൂ. മനസ്സിലാക്കുക. അപ്പം അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? പുഷ്പം, പൂവ് ഏതാണെന്ന് വെച്ചാൽ റഫ്ലേഷ്യ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്. അതുപോലെ ഏറ്റവും ചെറിയ പുഷ്പം, ചെറിയ പൂവ് ഏതാണ്? വോൾഫിയ എന്ന പേരുള്ള ഒരു പുഷ്പമാണ്. നമ്മളെ ദേശീയ പുഷ്പം ഏതാണ്? ദേശീയ പുഷ്പം താമര, ലോട്ടസ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മളെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം അതേതാണ്? കണിക്കൊന്ന എന്ന് പറയും. അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, പൂവ് എന്നറിയപ്പെടുന്നത് കണിക്കൊന്നയാണ്. പിന്നെ ഒരു ചോദ്യം വന്നിരുന്നത് ചെടികളിലെ വിത്തിനെ സംരക്ഷിക്കുന്ന ഭാഗം ഏത്? ചെടികളിലെ വിത്തിനെ സംരക്ഷിക്കുന്നത് അതിൻ്റെ കായയാണ്. കായ, വിത്തിൻ്റെ ഉള്ളിൽ ഒരു കായാണല്ലോ ഉണ്ടാവുക. വിത്ത് നമ്മൾ പറയുന്നത് ഒരു കായാണ്. അപ്പോൾ കായയാണ് അതിൻ്റെ തൊലി പൊളിച്ചാലാണ് നമുക്ക് വിത്ത് കിട്ടുക. അപ്പോൾ വിത്തിനെ സംരക്ഷിക്കുന്നത് കായയാണ്. മനസ്സിലാക്കുക. പിന്നെ ചോദ്യം വന്നിരുന്നു പ്ലേഗ് രോഗം പരത്തുന്ന ജീവി ഏത്? പ്ലേഗ് രോഗം പരത്തുന്ന ജീവി ഏതാണ്? എലിയാണ്.
എലിയാണ് പ്ലേഗ് രോഗം പരത്തുന്നത്. എലിപ്പനി ഒക്കെ പരത്തുന്നത് എലിയാണ്. അപ്പോൾ കൊതുക് പരത്തുന്ന രോഗം എന്താണ്? കൊതുക് പരത്തുന്നത് മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മലേറിയ, അതൊക്കെ ഉണ്ട് എന്ത് കൊതുക് പരത്തുന്നത് മന്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ് ഒക്കെ. ഈച്ച വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വയറിളക്കം, അതിസാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈച്ച പരത്തുന്നതാണ്. അപ്പം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ നമ്മൾ ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം കോളിഫ്ലവർ പറഞ്ഞു, കാബേജ് ഇലയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എന്താണ് ചെടികളുടെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണെന്ന് പറഞ്ഞു. പിന്നെന്താ വേര് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന ചില ചെടികളുണ്ട്. എന്താണ് ക്യാരറ്റ്, റാഡിഷ്, പിന്നെ ബീട്രൂട്ട്, പൊട്ടാറ്റോ, ഇതൊക്കെ അതിൻ്റെ വേരിലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് അതുപോലെ കായകൾ ചോദിച്ചാൽ കായ ടൊമാറ്റോ, മത്തൻ, കുമ്പളം, തക്കാളി, അതൊക്കെ എന്താണ് കായകളാണ്. അത് മനസ്സിലാക്കുക. ഇനി ഇവിടെ എന്താണ് കുറച്ച് ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്താണ് ദ പ്ലൂരൽ ഫ്രം ഓഫ് ദ വേർഡ് ഹോബി. ഹോബീൻ്റെ പ്ലൂരൽ എന്താണ് ഹോബീസ്. ഹോബീസ് ഒന്നും കൂടുതലുള്ളതിനാണ് സിംഗുലർ, പ്ലൂരൽ എന്ന് പറയുക. ഒന്നും അതിൽ കൂടുതലും, ഒന്നിൻ്റെ കൂടുതൽ. അപ്പോൾ അവിടെ ഹോബി, അതിൻ്റെ ഹോബീസ്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായത്. മനസ്സിലാക്കുക. അടുത്തത് ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ലാൻഡിലെ ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? എല്ലാവർക്കും അറിയില്ലേ? എലിഫൻ്റാണ്. എലിഫൻ്റാണ് ലാൻഡിലെ ഏറ്റവും വലിയ ആനിമൽ. ഇവിടെ ടൈഗർ തന്നിട്ടുണ്ട്. ടൈഗർ എന്താണ് നമ്മുടെ നാഷണൽ ആനിമൽ, ദേശീയ മൃഗം. ദേശീയ മൃഗം ഏതാണ്? ടൈഗർ. മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ലയൺ സിംഹം, കാട്ടിലെ രാജാവാണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക. ചീറ്റൻ്റെ പ്രത്യേകത നമുക്ക് എന്ത് പറയാം? ഏറ്റവും വേഗതയുള്ള, സ്പീഡുള്ള ഒരു ജീവിയാണ് ഏതാണ്? ചീറ്റ. അപ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും വേഗതയുള്ളത് ചീറ്റ. അപ്പോൾ ഓരോന്നിൻ്റെ പേരിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് വരാവുന്ന ചോദ്യങ്ങളാണ്. ചിലപ്പം വരാം, വരാതിരിക്കാം. അപ്പോൾ അത് ഓപ്ഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താ? ആൻ ആനിമൽ ദാറ്റ് ഈറ്റ് ഗ്രാസ് ആൻഡ് റൺസ് ഫാസ്റ്റ്. ഇതിലൊരു ആനിമൽ ഗ്രാസാണ്, അതായത് പുല്ലാണ് തിന്ന, റൺ ഫാസ്റ്റ്, നല്ല സ്പീഡിൽ ഓടും ചെയ്യും. ആരാണ്? ദീർ എന്ന് പറഞ്ഞാൽ മാന്. മനസ്സിലായില്ലേ? മാനാണ്. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ക്ലവർ? ക്ലവറിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് സ്റ്റുപ്പിഡ് എന്നാണ് ക്ലവറിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. ക്ലവർ എന്ന് പറഞ്ഞാൽ മിടുക്കൻ. ക്ലവർ എന്ന് പറഞ്ഞാൽ മിടുക്കൻ. അപ്പോൾ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാലോ മണ്ടൻ. സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ മണ്ടൻ. അപ്പോൾ ക്ലവറിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുപ്പിഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മറ്റേ കഴിഞ്ഞ എക്സാമിന് വന്നത് എന്തായിരുന്നു? വിൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? വിൻ എന്നാൽ വിജയിക്കുക. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ലോസ് എന്നായിരുന്നു, തോൽക്കുക എന്നായിരുന്നു. അപ്പം അതിൽ വന്ന വേറൊരു ഓപ്ഷനായിരുന്നു തിൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്താണ്? തിക്ക്, നേരിയത്, കനം കൂടിയത്. മനസ്സിലായില്ല? അതുപോലെ പിന്നെന്താണ്? പുഷ്, പുള്ള്. മനസ്സിലായില്ല? പിന്നെന്താണ്? ക്ലീൻ
ക്ലീന്, ഡേട്ടി, അതൊക്കെ ഓപ്പോസിറ്റ് വേർഡുകൾ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ് വരുന്നത്? ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓഷ്യൻ. വേൾഡിലെ ഏറ്റവും വലിയ ഓഷ്യൻ ഏതാണ്? കടൽ ഏതാണെന്ന്. ഏതാണ്? പസഫിക് ഓഷ്യനാണ്. പസഫിക് ഓഷ്യനാണ് വേൾഡിലെ ഏറ്റവും വലിയ ഓഷ്യൻ. മനസ്സിലാക്കുക, പസഫിക് ഓഷ്യൻ. അടുത്ത പിന്നെന്താണ്? ദ സിംഗുലർ ഫോം ഓഫ് ദ വേൾഡ് ക്ലൗസ് ഈസ്. ക്ലൗസിൻ്റെ സിംഗുലർ കാൾഫാണ്. ക്ലൗസിൻ്റെ സിംഗുലർ വരുന്നത് കാൾഫാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ദ കൈ ഓഫ് ബേർഡ് ഈസ് കോൾഡ് ചീർപ്പിംഗ്. പക്ഷി കരയുന്നതിന് ചീർപ്പിംഗ് എന്ന് പറയുന്നു. ബട്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്രൈ ഓഫ് ആൻ എലിഫൻറ്റ്. അപ്പോൾ എലിഫൻറ്റ് കരയുന്നതിന് എന്ത് പറയുന്നു? എന്താണ്? ട്രംപ്റ്റിംഗ് എന്ന് പറയും. ട്രംപ്റ്റിംഗ്. എന്താണ്? അലറുക എന്ന് പറയൂലേ. ചിഹ്നം വിളിച്ചു എന്നൊക്കെ പറയൂലേ. ചിഹ്നം വിളിച്ചു, ആന അലറുന്നതിന് ചിഹ്നം വിളിച്ചു എന്നൊക്കെ പറയില്ല, അതിനാണ് ട്രംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആ മോഡൽ ക്വസ്റ്റ്യനിൽ വന്ന ജനറൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. നമ്മൾ ചോദ്യപേപ്പർ ചെയ്തതിൽ വന്ന ചോദ്യങ്ങൾ വേറെയാണ്, ഇതിലുള്ളതൊന്നും ചോദ്യപേപ്പറിൽ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ ചോദ്യപേപ്പറൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.